കേരള കർഷക സംഘത്തിന്റെ കടമ്പോട് യൂണിറ്റ് സമ്മേളനം PS അംബുജാക്ഷന്റെ വസതിയിൽ വെപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കാർത്തിക ജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. TD ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PS അംബുജാക്ഷൻ, PS സുരേന്ദ്രൻ, TD സഹജൻ, പിയൂസ് സിറിയക്ക്, TK അസൈൻ, ശോഭ വാസു എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ മുതിർന്ന കർഷകനായ വേലായുധൻ കാര്യങ്ങാട്ടിലിനെ ആദരിച്ചു. അത് എങ്ങനെയെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ധാരണയുണ്ട്. അതുകൂടി കേട്ടിട്ടുള്ള പ്രമേയമാണ്, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പ്രമേയം കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും അവയെ കൊല്ലാൻ കർഷകനെ അനുവദിക്കണമെന്നും കൊന്ന പന്നിയെ നിശ്ചിത വിലയ്ക്ക് വിൽക്കാൻ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തണമെന്നും ഈ സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പ്രധാന വരുമാന മാർഗമാക്കാൻ സ്റ്റേറ്റായിട്ടാണ് നമ്മുടെ കൃഷിക്കാരെല്ലാവരും കൃഷി ചെയ്യുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും. അതിനുള്ള ലാഭം കിട്ടാത്തതുകൊണ്ടാവും. അതൊരു ഉപജീവനമാർഗമായ തുടർന്നുള്ള ജീവിതത്തിൽ അവരുടെ ഇപ്പോൾ കുട്ടികളുടെ പഠിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് കാശ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം പഞ്ചായത്തുകൾ 25% രൂപയാണ് കാർഷിക മേഖലയിൽ വെക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നടപടി മൂലം വളത്തിനൊക്കെ സബ്സിഡി മുമ്പ് കിട്ടായിരുന്നു. ഇപ്പോൾ വളത്തിന് സബ്സിഡി കുറവാണ്. അപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് ഞാൻ ഞലപട ബ്ലോക്കിലെ മെമ്പറാണ്. ഞങ്ങളുടെ ബ്ലോക്കിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് നെൽകൃഷിക്ക് കൂലി ചെലവ്, അതുപോലെ തന്നെ വിത്ത് ഫ്രീ ആയിട്ട് നൽകുന്ന പദ്ധതി അങ്ങനെയൊക്കെയാണ് നമ്മൾ ഞാൻ ബ്ലോക്കിന് കീഴിൽ 4 പഞ്ചായത്തുകളാണ് വരുന്നത്. പറത്തിക്കര, അതുപോലെ മുരിയാട്, താഴ്ത്തൂർ, കാരളം എന്നീ മേഖലയിലാണ് നെൽകൃഷി കൂടുതലായിട്ടുണ്ടെങ്കിൽ അവിടെ ഉപ്പുവെള്ളം കയറുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ. നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.